തേങ്ങ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് പലപ്പോഴും നമ്മൾ കപ്പയുടെ കൂടെ കഴിക്കാൻ, അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ, കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ ഒക്കെ ഉണ്ടാക്കാറുള്ളൊരു ചമ്മന്തിയാണിത്. വളരെ ഈസി ആയിട്ട് പലർക്കും അറിയത്തില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് നമുക്ക് തേങ്ങ വേണ്ടത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ ഇതിനുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടിയത് ചുവന്നുള്ളി വേണം. ചുവന്നുള്ളിയുടെ കൂടെ സവാള ചേർക്കുന്നവരുണ്ട്, എങ്കിലും ടേസ്റ്റ് നല്ലൊരു നമ്മുടെ ഒരു പഴയ ആ രുചി കിട്ടണമെങ്കിൽ ചുവന്നുള്ളി തന്നെ ചേർക്കണം. ചുവന്നുള്ളി, അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളക് അല്ലെങ്കിൽ നമ്മുടെ ഉണക്കമുളക് എന്നൊക്കെ പറയുന്നത്, അതുപോലെ തന്നെ ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മുടെ പിഴുപുള്ളിയും കൂടെ വേണം. ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കും. ഇത്രയും കാര്യങ്ങൾ മതി ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാൻ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഇപ്പോൾ ഓണാണ്. ഈ എണ്ണ ഞാൻ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അത് നല്ല പോലെ ഒന്ന് ചൂടായി വരണം. നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പില കൂടി ചേർക്കാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. ഇനി ഞാൻ ഈ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തി ഹെൽത്തിയുമാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നമ്മുടെ പനിയൊക്കെ വന്ന് നമ്മുടെ നാക്കിനൊക്കെ ഒന്നും ഒരു രുചിയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഒത്തിരി നല്ല ഒരു ചമ്മന്തിയാണത്. അപ്പോൾ ഞാനിപ്പോൾ ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചുവന്നുള്ളി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് അതൊന്നൊരു നമ്മൾ പറയില്ല, ഒരു ട്രാൻസ്ലൂസൻ്റ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കണ്ടോ ഈ ഒരു നിറമായിട്ട് വരണം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് എന്ന് പറയുന്ന ആ സെയിം മുളക് തന്നെയാണ്. അത് നമ്മൾ സൂക്ഷിക്കാൻ നേരം ഒരു കാര്യം ശ്രദ്ധിക്കണം. ചുവന്ന മുളക് നമ്മൾ വാങ്ങുമ്പോൾ ഇടയ്ക്ക് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം, ഇല്ലെങ്കിൽ അതിനുള്ളിൽ പൂപ്പൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചുവന്ന മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ എരിവിനും നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചുവന്ന മുളക് കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ ഉള്ളിയുടെയൊക്കെ ഒരു നല്ല മണം, എണ്ണയ്ക്കകത്ത് മൂക്കുന്നതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നല്ലൊരു അരോമയാണ് ഇപ്പം വരുന്നത്. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കുകയാണെങ്കിൽ ഗുണവും അതുപോലെ സ്വാദും ഒന്നുകൂടി കൂടും. അപ്പം ഞാൻ ഇത് 2 കാര്യങ്ങൾ ചേർത്തു. ഈ വഴറ്റിയത് ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്, ഇല്ലെങ്കിൽ ഈ ചുവന്ന മുളക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ഒന്ന് മാറ്റിയിട്ട് ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു മിക്സിയുടെ ജാറിൽ, ചമ്മന്തി ജാറുണ്ടല്ലോ, അതിലേക്ക് ചട്നി ജാറിലേക്ക് ഇത് നമുക്കിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇടുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക വലിപ്പത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന പുളി, ആ പുളിയും നിങ്ങൾക്ക് പുളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് ഇച്ചിരി കൂട്ടാം. അത്രയും പുളി വേണ്ടെന്നുള്ളവർക്ക് പുളി കുറയ്ക്കുകയും ചെയ്യുക കേട്ടോ. അത് നിങ്ങളുടെ സ്വാദിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ചുവന്നുള്ളി ഇട്ടു, അതുപോലെ ചുവന്ന മുളക്, പിന്നെ കുറച്ച് പുളി ആദ്യമേ ഇട്ടു. പിന്നെ ഇനിയും നമ്മൾ സ്വാദിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്യുക. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒന്ന് പൾസ് ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു പരുവത്തിന് കിട്ടും. കണ്ടില്ലേ എന്ത് ഈസി ആയിട്ടാണ് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയത്. ഇനിയും ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് ചിലർക്ക് കുറച്ചുകൂടെ ഒന്ന് ചാലിച്ച് എടുക്കുന്നതാണ് ഇഷ്ടം. അന്നേരം നമുക്ക് കപ്പയൊക്കെ ആണെങ്കിൽ ഒന്ന് മുക്കി കഴിക്കാനുള്ള പാകത്തിന്. അന്നേരം അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മുടെ ഈ ചട്ടിക്കകത്ത് തന്നെ നമ്മൾ മൂപ്പിച്ച ആ എണ്ണയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് പകർന്ന് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. കണ്ടോ, ഇതേപോലെ എടുത്ത് കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഉപ്പ് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. ബൈ, സീ യു നെക്സ്റ്റ് വീക്ക്.